വിവാദ വ്യവസായിയായ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് CMRL. ഈ കമ്പനിയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 2,78,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് ആരോപണം. പകരമായി യാതൊരുവിധ സേവനങ്ങളും അവർ കമ്പനിക്ക് നൽകിയിട്ടുമില്ല. ചുരുക്കത്തിൽ ഇതൊരു മാസപ്പടിയോ കൈക്കൂലിയോ ആണെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വീണയ്ക്കെതിരെ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണ വിജയന് സമൻസ് അയച്ചിരുന്നു. ഒപ്പം 10ഓളം പ്രധാന രേഖകൾ കൂടെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തനിക്ക് കടുത്ത വൈറൽ പനിയാണെന്ന് കാണിച്ച് വീണ ഇമെയിൽ അയക്കുകയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ഇത്തരത്തിൽ പനി പറഞ്ഞ് ചോദ്യം ചെയ്യൽ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാണ് വീണയുടെ ശ്രമമെന്ന് EDക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ഒട്ടും സമയം കളയാതെ വീണയ്ക്ക് അടുത്ത സമൻസ് അയച്ചു കഴിഞ്ഞു. പുതിയ സമൻസ് അനുസരിച്ച് ഈ വരുന്ന ബുധനാഴ്ച, അതായത് 17-ാം തീയതി വീണ വിജയൻ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായേ മതിയാകൂ. ഇവിടെ സാധാരണ സാക്ഷികൾക്ക് ലഭിക്കാറുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇളവുകളും വീണയ്ക്ക് ലഭിക്കില്ല. കാരണം അവർ കേവലം ഒരു സാക്ഷിയല്ല, മറിച്ച് ഈ കേസിൽ നേരിട്ട് കുറ്റാരോപിതയായ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് വരാൻ പോകുന്ന പ്രധാന വ്യക്തിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇത്രയും വലിയ തുക ഒഴുകിയെത്തിയത്. CMRLൽ നിന്ന് കിട്ടിയ 2.78 കോടി രൂപയ്ക്ക് പുറമെ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള ഒരു സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ കൂടി വീണ വാങ്ങിയിട്ടുണ്ട്. ഈ പണം അവർ ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല. ഈ കേസിൽ വീണയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് അവർ CMRL കമ്പനിക്ക് വേണ്ടി ഒരു പണിയും ചെയ്തിട്ടില്ല എന്ന തെളിവുകളാണ്. വീണയുടെ സ്വന്തം കമ്പനിയായ എക്സാലോജിക്കിലെ ജീവനക്കാരും CMRLലെ IT വിഭാഗത്തിലുള്ള ജീവനക്കാരും ഇക്കാര്യം നേരത്തെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വീണ തങ്ങൾക്ക് ഒരു IT സേവനവും നൽകിയിട്ടില്ലെന്നാണ് അവരുടെ മൊഴി. ഇത്രയും കൃത്യമായ തെളിവുകളോടെ അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ കള്ളപ്പണ ഇടപാട് കേസിൽ വീണ വിജയൻ അറസ്റ്റിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മകളെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് CPMഉം BJPയും തമ്മിൽ ചില രഹസ്യ ധാരണകൾ ഉണ്ടാക്കിയിരുന്നുവെന്ന് UDF നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്ന് പിണറായിക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ കേന്ദ്രവുമായി വിലപേശാനുള്ള എല്ലാ ശേഷിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി മകളെ രക്ഷിക്കാൻ പിണറായിക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഈ കേസിൽ വീണ മാത്രമല്ല, പിണറായി വിജയന്റെ മകൻ വിവേക് കിരണും സാക്ഷാൽ പിണറായി വിജയൻ പോലും പ്രതികളാകാൻ സാധ്യതയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ശശിധരൻ കർത്തയുടെ മകളായ ഷിബി എസ് കർത്തയെ ED ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയും ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്തയും EDക്ക് മുന്നിൽ ഇന്ന് ഹാജരായിട്ടുണ്ട്. കൊച്ചിയിലെ ED ഓഫീസിലാണ് ഇവരെത്തിയത്. സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ജയ എസ് കർത്ത. കേസിൽ വിശദമായ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. വീണ വിജയന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഷിബി എസ് കർത്തയുടെയും ജയ എസ് കർത്തയുടെയും മൊഴികൾ വളരെ നിർണായകമായിരിക്കും. വീണ വിജയൻ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിലോ അല്ലാതെയോ CMRL കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള IT സേവനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും ഇവരോട് ചോദിക്കുക. കമ്പനിയുടെ IT കാര്യങ്ങൾ നോക്കിയിരുന്നത് ഉടമയുടെ മകളായ ഷിബി തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാം. ഒരുപക്ഷെ വീണയെ രക്ഷിക്കാൻ വേണ്ടി ഷിബി കള്ളമൊഴി നൽകിയാൽ അവർ കൂടി ഈ കേസിൽ പ്രതിയാകും. തന്റെ പേരിൽ ഒരു കേസ് വരുത്തിവെക്കാൻ ഷിബി തയ്യാറാകില്ലെന്നാണ് CMRLുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. CMRLലെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് അതോറിറ്റിക്കും SFIOയ്ക്കും മുന്നിൽ വീണയ്ക്കെതിരെ മൊഴി നൽകിയിരുന്നു. വീണയുടെ കമ്പനിയിൽ നിന്ന് യാതൊരു സേവനവും ലഭിച്ചിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. ഈ വിവരങ്ങൾ EDക്ക് കിട്ടാതിരിക്കാൻ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് തള്ളി. ഇതോടെയാണ് പിണറായിയുടെയും വീണയുടെയും വസതികളിൽ അതിവേഗം റെയ്ഡ് നടന്നതും തുടർ നടപടികൾ ഉണ്ടായതും.
തങ്ങൾക്ക് ചുറ്റുമുള്ള അപകടം കർത്താ കുടുംബത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് വീണയുടെ കമ്പനി തങ്ങൾക്ക് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് മൊഴി നൽകാനാണ് സാധ്യത. കമ്പനി ഡയറക്ടർ കൂടിയായ ഷിബി അങ്ങനെ മൊഴി നൽകിയാൽ പിന്നെ വീണയ്ക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാകില്ല. പിണറായി വിജയൻ ഭരണത്തിലിരുന്നപ്പോൾ വീണ പണം വാങ്ങിയത് ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് മാത്രമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിദേശത്തേക്ക് ആളുകളെ കയറ്റിവിടുന്ന ചില പ്രമുഖ എഡ്യൂക്കേഷണൽ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും വീണ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. നികുതി ഇളവുകൾ ചെയ്തു കൊടുക്കാനും നികുതി വെട്ടിപ്പിന് കൂട്ടുനിൽക്കാനുമായി വാങ്ങിയ കൈക്കൂലിയാണ് ഇതെന്നാണ് ആരോപണം. ഇത് കണക്കിലെടുത്ത് ഈ മാസപ്പടി കേസിന്റെ അന്വേഷണ പരിധി ഇ.ഡി. കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വീണയുടെ സ്ഥിര നിക്ഷേപങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും പൂർണ്ണ വിവരങ്ങൾ ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വീണ ഉപയോഗിച്ച എല്ലാ അക്കൗണ്ടുകളുടെയും വിദേശ ബാങ്ക് ഇടപാടുകളുടെയും വിവരങ്ങൾ ഇതിൽപ്പെടും. ഇതിനിടയിലാണ് വീണയ്ക്കൊപ്പം ഒരു അടുത്ത ബന്ധു കൂടി വിദേശ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ ആയിരുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ആദ്യ ഭർത്താവാണോ ഈ അക്കൗണ്ടിലുള്ളതെന്ന് സംശയങ്ങൾ ഉയർന്നിരുന്നെങ്കിലും വിവാഹമോചനത്തിന് ശേഷമാണ് ഈ ഇടപാടുകൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ആകാനും സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ മകനായ വിവേക് കിരൺ തന്നെയായിരിക്കും ആ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഈ അടുത്ത ബന്ധു ആരാണെന്ന് ഇ.ഡിക്ക് കൃത്യമായി അറിയാം. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ വീണയ്ക്കൊപ്പം പിണറായി വിജയനും മകൻ വിവേകും ജയിലിലാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കേസിൽ ശശിധരൻ കർത്തയുടെയും കുടുംബത്തിന്റെയും മൊഴികളാണ് ഏറ്റവും പ്രധാനം. നിയമപ്രകാരം കൈക്കൂലി കൊടുത്തവരെക്കാൾ വലിയ ശിക്ഷ കിട്ടുക കൈക്കൂലി വാങ്ങിയവർക്കാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം തടി രക്ഷിക്കാൻ കർത്തയും കുടുംബവും മാപ്പുസാക്ഷികളാകാൻ ശ്രമിച്ചേക്കാം. കേന്ദ്ര ഏജൻസികൾ ഇതിന് അനുമതി നൽകാനും സാധ്യതയുണ്ട്. കാരണം ഇവർ കൈക്കൂലി കൊടുത്ത പണം കള്ളക്കണക്കിൽ എഴുതിയതിന് ഇൻകം ടാക്സ് അധികൃതർ നേരത്തെ തന്നെ കർത്തയ്ക്കും CMRL കമ്പനിക്കും വലിയ തുക പിഴ ചുമത്തിയിരുന്നു. ആ ഭീമമായ പിഴത്തുക കർത്ത അടച്ചു തീർത്തതുമാണ്. അതുകൊണ്ട് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ പെനാൽറ്റിയായി അനുഭവിച്ചു കഴിഞ്ഞു എന്നൊരു നിയമപരമായ വാദം കർത്തയ്ക്ക് ഉയർത്താം. ചുരുക്കത്തിൽ എല്ലാ കെണികളും ഒരുങ്ങുന്നത് വീണ വിജയന് വേണ്ടിയാണ്. കർത്താ കുടുംബം ഇന്ന് നൽകുന്ന മൊഴിയിൽ വീണയെ തള്ളിപ്പറഞ്ഞാൽ കർത്താ കുടുംബത്തിന് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. എന്നാൽ വീണയുടെയും പിതാവ് പിണറായി വിജയന്റെയും അവസ്ഥ അതല്ല. ഇത് വ്യക്തമായ അധികാര ദുർവിനിയോഗവും കൈക്കൂലിയുമായതിനാൽ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും MLA സ്ഥാനം വരെ തെറിക്കാൻ പോന്ന വമ്പൻ സ്രാവുകളെ കൊടുക്കുന്ന ഒരു കേസായാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കാൻ പോകുന്ന നിർണായകമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. വീണ വിജയൻ ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകുമോ, അതോ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞു മാറുമോ? ഒഴിഞ്ഞു മാറിയാൽ ഇ.ഡി ഉദ്യോഗസ്ഥർ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ? കാത്തിരുന്ന് തന്നെ കാണും. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.